ഹെൽപ്പ് മീ ഒരു യൂട്യൂബ് ചാനലിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നു എങ്കിൽ ആ വീഡിയോയുടെ തൊട്ട് താഴെ ചുമന്ന കളറിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടോ, അതൊന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ അതാ അതിന്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ വന്ന കണ്ടില്ലേ, അതുകൂടി പ്രസ് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്നുള്ളതൊന്ന് പ്രസ് ചെയ്താൽ ഞാൻ എപ്പോ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഓൾറെഡി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ കൂടി ഇങ്ങനെ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓപ്ഷൻ ഓൾ ആക്കിയിട്ടുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യണേ. ഹലോ, ഹെൽപ്പ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെ പേരും ഹെൽപ്പ് മീ ബെൻസി എന്ന് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ എന്നും നേരം വെളുത്താലുടൻ കുറേ നേരം ഇങ്ങനെ പറമ്പില് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് കുറേ സമയം ഇങ്ങനെ പോകുമേ, അതൊരു പ്രത്യേക സന്തോഷം തന്നെയാണ്. അപ്പോൾ ഓരോ ദിവസം രാവിലെ എണീറ്റ് ചെല്ലുമ്പോൾ പുതിയ പുതിയ നാമ്പുകൾ ഇങ്ങനെ പൊങ്ങി വരുന്നത് കാണാം. അതായത് കറികളും തോരനും ഒക്കെ വെക്കുമ്പോൾ അതിൽ നിന്നും എടുക്കുന്ന വിത്തുകൾ പറമ്പിൽ പാകുന്നത് കിളിർത്ത് വരുന്നതാ കേട്ടോ. ഇത് കുറച്ച് ചെറുപയറ് കിളിർപ്പിക്കാൻ വെച്ചിരുന്നത് കിളിർത്ത് സലാഡൊക്കെ ഉണ്ടാക്കി കഴിച്ചു. അതിന്റെ ശേഷം ബാക്കി ഇരുന്നത് ഇതുപോലെ പറമ്പിലോട്ടൊന്ന് വിതറിയത് കിളിർത്ത് വന്നതാ. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂട്ടത്തിൽ അതിടാമെന്ന് വെച്ചു. ഇത് എന്തിന്റെ തൈയാണെന്ന് എനിക്കറിയാം. ഇങ്ങനെയുള്ളതിന്റെ തൈകളൊന്നും എനിക്ക് തിരിച്ചറിയത്തില്ല. പീച്ചിലാണോ, കുമ്പളനാണോ, മത്തനാണോ ഒന്നുമേ അറിയില്ല. എന്തായാലും അവരെ സൂക്ഷിച്ചിങ്ങനെ നിർത്തിയേക്കും. വളർന്നു വരുമ്പോൾ മനസ്സിലാവുമല്ലോ എന്താണെന്ന്. അതിന്റെ മൂട്ടിൽ കുഞ്ഞൊരു തൈയും വരുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല. പിന്നെ അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു വഴുതന നിൽപ്പുണ്ട്. ഇവരെ എല്ലാം പരിപാലിക്കലാണ് രാവിലത്തെ മെയിൻ ജോലി എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് വേറെ ഒരു ചെറിയ തൈ കണ്ടു. എനിക്കൊരു സംശയമുണ്ട്, ഇത് സാലഡ് വെള്ളരിയാണോന്ന്. ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നതാണ് ഒരു സാലഡ് വെള്ളരിയുടെ തൈ. ഞാൻ കിട്ടുന്നതെല്ലാം ഇതുപോലെ പാവും കിളിർത്ത് വരുമ്പോൾ കറക്റ്റ് എനിക്ക് അറിയില്ല അതാണോ അല്ലയോ എന്നുള്ളത്. എന്തായാലും അതിനെ ഒന്ന് പിരിച്ചു നട്ടു. അപ്പൊ ഇതെല്ലാം വളർന്നു വരുമ്പോഴേ അറിയത്തുള്ളൂ പന്തലിടേണ്ടതാണോ പടർന്നു പോകുന്നതാണോ എന്നൊന്നും എനിക്ക് ഇപ്പോഴേ ഒന്നും അറിയില്ല. പിന്നെന്താ, ചെറുതായിട്ട് വളർന്നു വന്നതിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചാണകം ഇട്ട് കൊടുക്കും. ആദ്യമേ കൊച്ചു തൈകൾക്കൊന്നും ഇട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇത്തിരി വളർന്നു പാകമാകുമ്പോൾ ഇപ്പൊ ചാണകപ്പൊടി ഉള്ളത് കൊണ്ട് ചാണകവും ആട്ടുംപുഴുക്കയും കൂടെ മിക്സ് ചെയ്തത് ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഇത് ധാരാ അവിടെ കൂടി നിന്നത് ഇപ്പോൾ ഇന്ന് പിരിച്ചു നട്ടില്ലേ, അതാണേ. എനിക്കൊരു സംശയമുണ്ട്, ഇത് സാലഡ് വെള്ളരിയാണോന്ന്. എന്തായാലും ഞാൻ അതിനൊരു സപ്പോർട്ട് കൊടുക്കാനായിട്ട് പോകുക. പടരുന്നെങ്കിൽ പടരട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ ആ കമ്പിങ്ങ് മാറ്റാം. അപ്പോൾ ആ ശിഖരങ്ങളുള്ള ഒരു കമ്പാണ് കുത്തിവെച്ചിരിക്കുന്നത്. പടരുന്നുണ്ടെങ്കിൽ അതിൽ പടരുമ്പോൾ പിന്നെ പന്തലിടാം. തൈകളൊക്കെ പിരിച്ചു നടാൻ ആക്ച്വലി ഏറ്റവും നല്ലത് വൈകുന്ന സമയമാണ്. വെയിൽ അന്നേരം കാണില്ലല്ലോ. കാരണം ഇപ്പോൾ വെയിലും തുടങ്ങി. ഇപ്പോൾ വെയിലത്ത് രാവിലെ പിരിച്ചു നട്ടാൽ അത് വെയിലത്ത് നിൽക്കുമോ എന്ന് സംശയമായി. അപ്പോൾ രാവിലെ വൈകിട്ട് ഞാൻ ഇതുപോലെ മൊത്തത്തിൽ നനയ്ക്കാറുണ്ട് പറമ്പ് മുഴുവൻ. അതായത് ഞാൻ പറഞ്ഞില്ലേ, എല്ലായിടത്തും എന്തേലുമൊക്കെ വിത്ത് പാകിയിട്ടുണ്ട്. എവിടെയൊക്കെയാണെന്ന് എനിക്ക് പാകുമെന്ന് വെച്ചാൽ അങ്ങനല്ല, വെറുതെ അങ്ങ് പറമ്പിലോട്ടങ്ങ് വിതറിയിടും. അപ്പോൾ എവിടേക്ക് എന്തൊക്കെയുണ്ടെന്ന് അറിയില്ലല്ലോ. കിളിർത്ത് വരുന്നെങ്കിൽ കിളിർത്ത് വരാൻ വേണ്ടി മൊത്തത്തിലാണ് ഞാൻ നനയ്ക്കുന്നത്. ഇനി മുറ്റത്തിന്റെ അവസ്ഥ പറഞ്ഞാൽ ഇതാണ് അവസ്ഥ. ആദ്യമൊക്കെ ഞാൻ ഡെയിലി മുറ്റം തൂക്കുമായിരുന്നു. ഞാൻ ബോംബെന്ന് വന്ന സമയത്ത് നിങ്ങളെ കാണിച്ചിട്ടില്ലേ മുറ്റം, അതേ അവസ്ഥയാണ് ഇപ്പോഴും. ഏതായാലും അടുക്കള വശത്തെ ആ മരങ്ങളെല്ലാം മുറിച്ചത് കൊണ്ട് അവിടെ എനിക്ക് അധികം കരിയിലില്ല. പക്ഷെ ഫ്രണ്ടാണ് ഇപ്പം സഹിക്കാൻ പറ്റാത്തത്. അപ്പൊ ഇതെന്ന് പറയുന്നത് ഈ മുറ്റത്തിന്റെ പകുതി സ്ഥലത്തെ കരിയിലകളാണ് കേട്ടോ. ഞാനിപ്പോ 2-3 ദിവസം കൂടുമ്പോഴാണ് തൂക്കുന്നത്. എനിക്ക് വയ്യ, നടു ഒടിയുന്ന പരിപാടിയാണ്. അപ്പൊ ഞാൻ ബോംബെന്ന് വന്ന സമയത്ത് അന്നും ഇതുപോലെ ഇല കൊഴിയുന്ന സമയമായിരുന്നു. ഞാനപ്പോൾ വ്ളോഗിൽ പറയുമായിരുന്നു, എന്ത് ചെയ്യാനാ, തൂക്കാതിരിക്കാനും പറ്റില്ലല്ലോ, കാണുന്നവരെന്ത് വിചാരിക്കും ഇങ്ങനെ കരിയില കൂടി കിടക്കുന്നേ. അപ്പോൾ എനിക്ക് പലരും കമന്റിട്ട്, എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്, ഒത്തിരി പേര് കമന്റിട്ട്, ബെൻസി ഇങ്ങനെ നാട്ടുകാരെ നോക്കി നമുക്ക് ജീവിക്കാൻ പറ്റില്ല, നമ്മുടെ ശരീരസ്ഥിതി അനുസരിച്ച് നമുക്ക് ചെയ്താൽ മതി. ഈ വ്ളോഗ് കണ്ടിട്ട് എൻ്റെ ചേച്ചിമാരും പറയുമായിരുന്നു, എടി നീ ഇങ്ങനെ രാവിലെ വൈകിട്ടും തൂക്കേണ്ട ആവശ്യമില്ല, നിനക്കാവുന്നതിനനുസരിച്ച് ചെയ്യും. കാരണം എനിക്ക് മുറ്റം കൂടുതലുണ്ടല്ലോ. അപ്പൊ ഇത് കാണുന്നവർ ഒരുപക്ഷെ ചിന്തിച്ചേക്കാൻ, ചേച്ചി മുറ്റം കുറച്ചുകൂടെ, അതിൽ എന്തെങ്കിലും ചെയ്തുകൂടെ? ചെയ്യണം, അതിന് പ്ലാൻ ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. അവിടെ എന്തെങ്കിലുമൊക്കെ വേറെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാ. അപ്പൊ ഇപ്പൊ ഞാൻ ചെയ്യുന്നത് എൻ്റെ ശരീരസ്ഥിതി അനുസരിച്ച് ആവുമ്പോൾ തൂത്തിടും. ഡെയിലി ഞാനിപ്പോൾ തൂക്കാറില്ല. ഇനി തൂത്തിട്ടാലും
കൂടിപ്പോയ 1 മണിക്കൂർ. അത് കഴിയുമ്പോൾ ദേ കിടക്കുന്നു വീണ്ടും പഴയ അവസ്ഥ. ഇതേ കട്ടക്കായമാണേ. ഞാൻ ബോംബെയിലുള്ളപ്പോൾ ഇവിടുന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളുണ്ടല്ലോ, അത് മേടിച്ചുകൊണ്ട് പോകുമായിരുന്നു. ഇത് വലിയൊരു കഷ്ണമാണ്. അപ്പോൾ എനിക്ക് പലരും കമൻ്റ് ഇട്ട് പറഞ്ഞായിരുന്നു ഇത് ഒന്ന് ചൂടാക്കിയിട്ട്, സാധാരണ ഞാൻ അങ്ങനെ ചെയ്യാറുള്ളത്, ചെറുതായിട്ട് ആവശ്യത്തിന് മാത്രം എടുത്ത് ചൂടാക്കി, അതായത് നമ്മുടെ പാനിലിട്ടോ ചീനച്ചട്ടിയിലിട്ടോ ചൂടാക്കി പൊടിച്ചിട്ടായിരുന്നു യൂസ് ചെയ്യുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച ശേഷം അതങ്ങ് കുതിരുമല്ലോ, അപ്പോൾ സാമ്പാറിലോ എന്തിനാണെന്ന് വെച്ചാൽ അങ്ങനെ ഒഴിക്കുകയായിരുന്നു. അപ്പോൾ 1-2 പേര് കമന്റ് ഇട്ട് ഓവനിൽ ഇച്ചിരി നേരം ഒന്ന് വെച്ചാൽ മതി, നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടും, എന്നിട്ട് അങ്ങ് പൊടിച്ചാൽ മതി എന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ട്. അപ്പം ഞാൻ അങ്ങനെ ഒന്ന് നോക്കാൻ പോവുകയാണെ, നിങ്ങളെ കാണിക്കാം എങ്ങനെയുണ്ടെന്ന്. അയ്യോ, ഇത്രയുള്ള ഞാൻ ആദ്യമായിട്ടാണ് മേടിക്കുന്നത് കേട്ടോ. കുഞ്ഞു കുഞ്ഞു പീസ് കഷ്ണങ്ങൾ വരുമല്ലോ, അതേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. 129 രൂപയാണ്. നോക്കാം എങ്ങനെയുണ്ട്. നല്ല മണമൊക്കെ ഉണ്ട്. ഞെങ്ങും ഉള്ളുന്നുണ്ട്, ഇച്ചിരി മുറിച്ചിടാം, പശ പോലുണ്ട്. ഒരു മിനിറ്റും ഇച്ചിരിയും കൂടെ വെച്ചിട്ടുണ്ടേ. എന്താ വേറെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി നന്നായിട്ട് ഉണങ്ങി. ആദ്യം ഞാൻ വിചാരിച്ചു അബദ്ധം പറ്റിയോ, എല്ലാം കൂടെ കുഴമ്പ് പോലെ ആയിരുന്നതേ. ഉണങ്ങിയപ്പം കണ്ടോ നല്ല കട്ടിയായി. കുറച്ചുകൂടെ ഉണങ്ങാനുണ്ട്. നന്നായിട്ട് ഉണങ്ങിയത് നല്ലതുപോലെ പൊടിക്കാൻ പരുവമായേ. നല്ല മണമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പൊടിച്ചു വെക്കുന്നത്. അപ്പൊ ഇന്നതാ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് എടുക്കുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. ഇതിനെക്കുറിച്ച് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ഞാനും ആദ്യമായിട്ടായിരുന്നു ഈ സംഭവം കാണുന്നത്. ഓട്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് 2 തരത്തിലുള്ള ഓട്സ് അറിയാമായിരുന്നു. ഒന്ന് ഇൻസ്റ്റന്റ് ഓട്സ്, സാധാ നമ്മള് ഉപ്പുമാവ് ഉണ്ടാക്കാൻ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കഞ്ഞിയായിട്ട് ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റന്റ് ഓട്സ് ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ റോൾഡ് ഓട്സ്. പിന്നെ ഇതെന്ന് പറയുന്നത് സ്റ്റീൽ കട്ട് ഓട്സ്. എനിക്ക് പുതിയൊരു അറിവാണ്. ആദ്യം കണ്ടപ്പം അതിശയം തോന്നി. അത് ഞാൻ 2 പാക്കറ്റ് മേടിച്ചു. 1 പാക്കറ്റ് ഇതാ പൊട്ടിച്ച് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്, പകുതി യൂസ് ചെയ്തു. നിങ്ങളിത് കണ്ടോ സംഭവം? സെയിം നമ്മുടെ നുറുക്ക് ഗോതമ്പുണ്ടല്ലോ അതുപോലിരിക്കുക. ഞാൻ കാണിക്കാം. ദേ സെയിം നുറുക്ക് ഗോതമ്പാന്നേ പറയത്തുള്ളൂ. ഈ കവർ ഇല്ലാതെ ആരെങ്കിലും കാണിച്ചാൽ നുറുക്ക് ഗോതമ്പാന്നേ പറയത്തുള്ളൂ. നല്ല വേവും ഉണ്ട്. നമുക്ക് കഞ്ഞി കുടിക്കാനൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഇത് കേട്ടോ. ഓട്സിന്റെ കഞ്ഞി എന്ന് പറയുമ്പോൾ പലർക്കും ഒരു ഇറിറ്റേഷൻ വരുന്നത്, അത് കൊഴുപ്പായിരിക്കും, ഒട്ടി ഒട്ടിയിരിക്കും, ഇങ്ങനെയൊക്കെ പറയത്തില്ലേ. ഇത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല. സെയിം നല്ല കഞ്ഞി കുടിക്കുന്നത് എങ്ങനെയാ അതേപോലെ തന്നെ കഞ്ഞി കുടിക്കാനായാലും ഉപ്പുമാവിനായാലും എന്തിനു വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാം. അപ്പൊ ഞാൻ മേടിച്ചിരിക്കുന്നത് ഫീസ്റ്റോടെ സ്റ്റീൽ കട്ട് ഓട്സ് ആണ്. ആർക്കെങ്കിലും മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം. ഇത് 1/2 കിലോ എനിക്ക് 135 രൂപയ്ക്ക് ഞാൻ ആമസോണിൽ നിന്നാണേ മേടിച്ചത്. അപ്പോൾ ഇപ്പോൾ എൻ്റെ അറിവിൽ ഓട്സ് 3 ടൈപ്പായി: ഇൻസ്റ്റന്റ് ഓട്സ്, റോൾഡ് ഓട്സ്, സ്റ്റീൽ കട്ട് ഓട്സ്. ഇനി ഏതൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഇത് കൂടാതെ ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഇടണേ. ഇത് ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇത് നേരത്തെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് കമന്റ് ഇടണം. ഞാൻ ആദ്യമായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഒരു പ്രാവശ്യം ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കി, മറ്റേ നമ്മുടെ സാധാ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് പോലെ ലേശം വെള്ളം ഒഴിച്ച് ഉണ്ടാക്കിയിട്ട് അപ്പോഴാണ് മനസ്സിലായത് ഇതിന് ഇത്രയും വേവുണ്ടെന്നുള്ള കാര്യം. ഒന്നിലൊന്നേ തൊടാതെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പൊ ഇന്ന് നമുക്ക് ഇതുകൊണ്ടൊരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കാം. അപ്പൊ സ്ഥിരം കാണുന്നവരാണ് ഇപ്പൊ വിചാരിക്കും, ചേച്ചി സാധാ ഹെൽത്ത് മിക്സ് അല്ലേ ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കുന്നേ, ഇന്ന് എന്താ ഇതെന്ന്. അങ്ങനൊന്നുമില്ല. ഇനിയിപ്പോ ഹെൽത്ത് മിക്സ് എന്താണെന്ന് അറിയാൻ വയ്യാത്തവർക്ക് ഇതാണ്. ഞാൻ സാധാ ഇപ്പൊ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന 3 ഫ്ലേവർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്: ചോക്ലേറ്റ്, വാനില, സ്ട്രോബെറി. ഒത്തിരി പേര് ഇത് മേടിച്ചു. എനിക്ക് പേഴ്സണലായിട്ട് ഫേസ്ബുക്കിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട്, ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ സംഭവം. ഇത് എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ സ്ഥിരമായിട്ട് ഹെൽത്ത് മിക്സ് കഴിക്കാറില്ല. ചിലപ്പോൾ ഹെൽത്ത് മിക്സ് ആയിരിക്കും, ചിലപ്പോൾ ഓട്സ് ആയിരിക്കും, അല്ലെങ്കിൽ സാധാരണ നമ്മുടെ ഇഡലി, ദോശ അങ്ങനെ ഉണ്ടെങ്കിൽ അതും കഴിക്കാറുണ്ട്. ചില ദിവസങ്ങളിൽ രാത്രി ഇത് കുടിച്ചാണ് കിടക്കുന്നത്. അപ്പൊ ഞാൻ ഈ ഹെൽത്ത് മിക്സ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇത് കണ്ടല്ലോ നിങ്ങൾക്ക് കറക്റ്റ്. ഇത് ഹൈ ഫൈബർ ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, ആന്റി ഓക്സിഡന്റ് ഉണ്ട്, വെയിറ്റ് മാനേജ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് മേടിച്ച് നോക്കേ. അപ്പൊ എൻ്റെ ബോട്ടിലേത് ഞാൻ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ നെറ്റിലൊക്കെ ഒന്ന് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്, ശരിയോ തെറ്റോ കറക്റ്റ് അറിയത്തില്ല കേട്ടോ,
ഓട്സിന്റെ ആദ്യം പ്രോസസ്സ് ചെയ്തെടുക്കുന്നതാണ് സ്റ്റീൽ കട്ട് ഓട്സ്. അത് കഴിഞ്ഞ് വീണ്ടും അതിനെ പ്രോസസ്സ് ചെയ്യുമ്പോഴാണ് റോൾഡ് ഓട്സ് ഉണ്ടാവുന്നത്. മൂന്നാമത്തെയാണ് ഇൻസ്റ്റന്റ് ഓട്സ്, അതായത് തിരിപ്പൊടിയൊക്കെ ഉള്ള. അപ്പൊ ഞാനിവിടെ 1.5 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പൊ അളവൊന്നും നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എത്ര വേണമെങ്കിൽ എടുക്കാം കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതിനെ ഒന്ന് കഴുകിയെടുക്കാം. ഇപ്പൊ എന്താ, ഇതൊന്ന് 2-3 പ്രാവശ്യം കഴുകിയാൽ അയ്യോ ഇത് കുതിർന്നു പോകത്തില്ലേ, കുഴഞ്ഞു പോകത്തില്ലേ എന്നൊന്നും പേടിക്കട്ടെ. അതേ കണ്ടില്ലേ, അല്ല ഉഷാറായിട്ട് കിടപ്പുണ്ട് മണിമണിയായിട്ട്. കറണ്ട് പോയേ. അപ്പോൾ ഒരു 3 പ്രാവശ്യം ഞാൻ നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഇനി ഇത് വെള്ളം ഒഴിച്ചിടണ്ട കുതിരാനായിട്ട്. ഈ ഈർപ്പത്തിൽ തന്നെ ഇരിക്കട്ടെ, നമുക്കൊന്ന് അടച്ചു വെച്ചേക്കാം. കുറച്ചു നേരം ഇതൊന്ന് കുതിരട്ടെ. ആ വെള്ളമയം ഉണ്ടല്ലോ അത് മതി. അപ്പൊ ഏകദേശം ഒരു 20 മിനിറ്റ് ഇത് നന്നായിട്ട് കുതിർന്നു. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത്, കുറച്ച് മല്ലിയിലയൊക്കെ നിങ്ങളുടെ കയ്യിൽ കൂടുതലുണ്ടെങ്കിൽ എടുത്തോണേ. ക്യാരറ്റ്, ബീൻസ്, വെജിറ്റബിൾസിന്റെ അളവും അതുപോലെ കണക്കൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇഷ്ടമുള്ള രീതിയിൽ ഇതിൽ ആഡ് ചെയ്യാമേ. പച്ചമുളകും പേസ്റ്റ് ആക്കി വേണമെങ്കിൽ ഇടാം, അതല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇടാം. എരി അനുസരിച്ച് ചേർക്കാം. കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. ചൂടുവെള്ളം ഒഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, സാധാ വെള്ളം ഒഴിച്ചാലും മതി. അപ്പൊ അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഒഴിച്ചോണേ, കാരണം ഇതിന് നല്ല വേവുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി കളർ വേണമെന്നുള്ളവർ മാത്രം ചേർത്താൽ മതിയേ. അപ്പൊ ഇനി ഞാൻ ചേർക്കുന്നത് കണ്ട് നിങ്ങൾ അതിശയപ്പെടണ്ട, ചിക്കൻ. അപ്പോൾ വെജിറ്റേറിയൻകാര് ഈ സ്റ്റെപ്പ് ഒഴിവാക്കിയേക്കണേ. നിങ്ങൾ ബാക്കിയുള്ള വെജിറ്റബിൾസ് മാത്രം ചേർത്താൽ മതി. അപ്പൊ ഇത് ഇങ്ങനെയല്ലാതെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് അരിഞ്ഞിടാം. അതുമല്ലെന്നുണ്ടെങ്കിൽ ഇതിനെ ചെറിയ പീസാക്കിയിട്ട് ഫ്രൈ ചെയ്തിട്ട് ലാസ്റ്റിൽ വേണമെങ്കിലും ചേർക്കാം. നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ചെയ്യുന്നതാണ്. കാരണം ഈ വെള്ളത്തിൽ കിടന്ന് ഇത് വേവുമ്പോൾ അതിന്റെ ആ ടേസ്റ്റ് കൂടി ആ വെള്ളത്തിൽ ഇറങ്ങും. അതായത് ചിക്കൻ സ്റ്റോക്ക് ഒക്കെ ഉണ്ടാക്കി നമ്മൾ യൂസ് ചെയ്യില്ലേ, അതേപോലെ തന്നെ ഈ വെള്ളത്തിൽ കിടന്ന് ഇത് വേവുമ്പോൾ പിന്നെ നമുക്ക് ചിക്കൻ സ്റ്റോക്കിന്റെ ഒന്നും ആവശ്യമില്ല. ഒരു സെപ്പറേറ്റ് ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ വെജിറ്റേറിയൻകാർക്ക് ലാസ്റ്റിൽ വേണമെന്നുണ്ടെങ്കിൽ പനീർ ഗ്രേറ്റ് ചെയ്തിടാം, അല്ലെ പനീർ ചെറിയ പീസാക്കി ഫ്രൈ ചെയ്ത് വേണമെങ്കിൽ ഇടാം. ലാസ്റ്റിൽ ഇത് കഴിക്കുന്നതിന് മുമ്പ് മുട്ട ചിക്കി വേണമെങ്കിൽ ഇടാം. ഇതൊന്നുമില്ലാതെ വെജിറ്റബിൾസ് മാത്രം ഇട്ടും ചെയ്യാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് തക്കാളി. അപ്പൊ എന്താ പറയുന്നത്, ഒരു ഹെൽത്തി സംഭവമാണ്. നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ രാത്രി ഭക്ഷണമായിട്ടോ എങ്ങനെ വേണേലും ഇത് കഴിക്കാമേ. അപ്പൊ വെള്ളം കുറച്ചുകൂടി വേണ്ടി വരും. ഞാൻ പറഞ്ഞില്ലേ നല്ല വേവുണ്ട് ഈ സംഭവത്തിന്. ഇനി ഇതിന്റെ വേവ് അനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം കുറവെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ചേർത്ത് കൊടുക്കണേ. അപ്പൊ നന്നായിട്ട് തിളച്ച് വേവട്ടെ, നമുക്ക് അടച്ചു വെക്കാം. ഇപ്പൊ 10 മിനിറ്റ് കഴിഞ്ഞ് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ആയിരുന്നേ വെച്ചത്, എന്നിട്ടും ദേ നന്നായിട്ട് വെന്തിട്ടില്ല. ഓട്സ് 10 മിനിറ്റ് കൂടുതലൊക്കെ കിടന്നിട്ട് വെന്തിട്ടില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിശയം തോന്നുന്നു. വെന്ത് വരുന്നതേ ഉള്ളൂ. 15 മിനിറ്റ് കഴിഞ്ഞു. മീഡിയം തീയിലാണ് ഞാൻ ഇട്ടേക്കുന്നത്. നല്ല മണം വരുന്നുണ്ടേ. അപ്പൊ ഇതിലെ മസാലയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം കേട്ടോ. എക്സ്ട്രാ മസാല വേണമെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ലേശം മുളക് പൊടി ഇടണം, മല്ലിപ്പൊടി ഇടണം, ജീരകപ്പൊടി ഇടണം, ഗരം മസാല ഇടണം, അതൊക്കെ നമുക്ക് ചേർക്കാൻ വേണമെങ്കിൽ. കുറച്ചുകൂടെ വേവാനുണ്ട്. ഞാൻ കുറച്ചുകൂടി വെള്ളം, ഞാൻ നല്ല തിളച്ച വെള്ളമാണ് ചേർക്കുന്നത്. ഇടയ്ക്ക് ചേർക്കുന്നുവെങ്കിൽ നിങ്ങൾ പച്ചവെള്ളം ഒഴിക്കല്ലേ, അത് ടേസ്റ്റ് മാറിപ്പോകും. ഇതുപോലെ തിളച്ച വെള്ളം ഒഴിച്ചാൽ മതി. ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിന്റെ കഞ്ഞി ടൈപ്പാണ് ഉണ്ടാക്കുന്നത്, അല്ലാതെ നിങ്ങൾക്ക് കിച്ചടി ടൈപ്പാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ വെള്ളം ഇത്രയും വേണ്ട കേട്ടോ. നീ വേവട്ടെ. അപ്പൊ ഞാൻ ഇതിൽ നിന്ന് ചിക്കൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇടാമേ, എത്ര വേണമെങ്കിലും. ഞാൻ ഇതിൽ നിന്ന് ഈ ചിക്കൻ ഇങ്ങനെ എടുക്കുക. നന്നായിട്ട് വെന്തു. അതിനെ ഒന്ന് ചെറിയ ചെറിയ പീസാക്കാൻ, അല്ലാതെ ചെറിയ ചെറിയ പീസാക്കി ഓൾറെഡി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാമേ. പിന്നെ അത് ഇത്തിരി എല്ലുൾപ്പെടെയുള്ള പീസാണ്, ഒരെണ്ണേ ഉള്ളായിരുന്നു എല്ലില്ലാതുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഞാനിങ്ങനെ അങ്ങ് വലുതായിട്ട് ഇട്ടിട്ട് കുഞ്ഞു പീസാക്കാന്ന് വെച്ച്. കണ്ടോ, നല്ല അരിക്കഞ്ഞിയുടെ പൊടിയരിക്കഞ്ഞിയുടെ കൂട്ടില്ലേ, ഒട്ടും കൊഴുപ്പില്ല. സെയിം നമ്മുടെ പൊടിയരിക്കഞ്ഞി. അത്യാവശ്യം നന്നായിട്ട് വെന്തു. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ. അപ്പൊ ചിക്കൻ കഴിക്കാത്തവർക്ക് ഈ സമയത്ത് പനീർ ഫ്രൈ ചെയ്ത് വേണമെങ്കിൽ ഇടാം, അല്ലാതെ പ്ലെയിൻ ആയിട്ട് വേണമെങ്കിലും ഇടാം. മുട്ട ചിക്കി പൊരിച്ച് വേണമെങ്കിൽ ഇടാം. ഉപ്പൊക്കെ നല്ല പരുവമാണ്. ഞാൻ ഇതിൽ എക്സ്ട്രാ മസാല ഒന്നും ചേർക്കുന്നില്ല. അപ്പൊ ഞാൻ ഓഫ് ചെയ്തു. കാണുന്ന കണക്കല്ല, നല്ല ടേസ്റ്റിയാണ് സംഭവം. ഓട്സ് കഴിക്കാത്തവരും തീർച്ചയായിട്ടും ഈ ഓട്സ് ഇഷ്ടപ്പെടും. ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടില്ലേ, രാവിലെ
ചെറുപയറിന്റെ കുഞ്ഞു തണ്ട് ഞാൻ ഇതിനകത്ത് ഇടാൻ വേണ്ടിയാണ് ഒടിച്ചു വെച്ചത്. പക്ഷേ ഇടാൻ മറന്നുപോയി. അതിന് വേറെ എന്തിലേലും ചേർക്കാം. അപ്പൊ എന്താ, പ്രായമായവരും ഡയബറ്റിക്കുകാരും ഒക്കെ ഓട്സ് കഴിക്കാൻ ഇഷ്ടമല്ലാത്തവര് ഈ ഓട്സ് ഒന്ന് കഴിച്ചു നോക്കൂ. നിങ്ങൾ പിന്നെ ഇതേ കഴിക്കത്തുള്ളൂ, ഉറപ്പാ. അല്പം വേവുണ്ടെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് റെസിപ്പി വേണമെങ്കിലും ഇതുകൊണ്ട് ഉണ്ടാക്കാം. നിങ്ങളിൽ പലരും നമ്മുടെ സ്റ്റോറിയിലും ഇൻസ്റ്റയിലും ഒക്കെ ഫോട്ടോ കണ്ടു കാണും. അതുപോലെ തന്നെ യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി ടാബിലും ഞാൻ ഇട്ടിരുന്നു ചിപ്സിന്റെ. ഇന്നേ ദിവസം തന്നെയാണ് ആ വീഡിയോയും എടുത്തത്. പക്ഷെ അതും കൂടി ഇതിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയായിരുന്നു ആദ്യം ഞാൻ പ്ലാൻ ചെയ്തത്. പക്ഷേ ഇപ്പോൾ തന്നെ വീഡിയോ അത്യാവശ്യം വലിയ വീഡിയോ ആണ്. അതുകൂടി ചേർത്താൽ ഒത്തിരി വലുതായി പോകും. അതിൻ്റെ കൂടെ വേറെയും കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അത് വേറെ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇടാമെന്നു. കാരണം ചിലർ പറയും ലെങ്ത് കൂടുതലാണ്, ചിലർ പറയും കുറെ കൂടി ലെങ്ത് വേണം. എല്ലാരെയും പരിഗണിക്കണമല്ലോ. ചിലർക്ക് ഈ ഡയബറ്റിക്കുകാർക്കേ, ഞാനത് പറയാൻ വിട്ടുപോയി, ഓട്സ് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഒന്നാമത്തെ കാര്യം, ഈ ഇൻസ്റ്റന്റ് ഓട്സ് പലർക്കും ഇഷ്ടമല്ല. എന്നാൽ അത് ഇഷ്ടമുള്ളവരും ഉണ്ട്. ഇത് പക്ഷേ നല്ലതാണ് കേട്ടോ. ആ ഇൻസ്റ്റന്റ് ഓട്സ് കഴിക്കാൻ താല്പര്യമില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇത് മേടിച്ച് ഇതുപോലെ കഞ്ഞി വെച്ച് കുടിക്കേ. കുറഞ്ഞതൊരു 20-25 മിനിറ്റ് വേവെങ്കിലും ഉണ്ട് ഇതിന് കേട്ടോ. കുക്കറിയിട്ടും ചെയ്യാം. കുക്കറിയിട്ടും ചെയ്യാം. അപ്പോൾ പെട്ടെന്നാവും. ശരിയാ, ഞാൻ പക്ഷേ അങ്ങനെ ചെയ്തില്ല. അപ്പോൾ ടാറ്റ. ഓഫീസ് ജോലി ചെയ്യുന്നവർക്ക് വളരെ നല്ലതാ. ഓക്കെ, ടാറ്റ. കഴിക്കട്ടെ.